വീട് വെക്കാൻ യൂണിയൻ പ്രവർത്തകർ നോക്കുകൂലി ആവശ്യപ്പെട്ടെന്ന് പരാതി. തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശിയുടെ വീട് നിർമ്മാണത്തിനിടെ യൂണിയൻ നേതാക്കൾ നോക്കുകൂലി ആവശ്യപ്പെട്ടെന്നാണ് പരാതിയിലുള്ളത്. അന്വേഷിച്ചെത്തിയ പോലീസുകാർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായെന്ന് ആരോപണമുണ്ട്. പള്ളിക്കൽ ഭഗവതിനട സ്വദേശി ജിനേഷ് സ്മൃതി ദമ്പതികൾ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വീടിന്റെ നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് പലപ്പോഴായി യൂണിയൻ പ്രവർത്തകർക്ക് നോക്കുകൂലി നൽകിയിട്ടുണ്ടെന്ന് ഉടമ ജിനേഷ്. വീടിന്റെ ബേസ്മെന്റ് ആവുന്നതിന് മുമ്പ് അവർ 5000 രൂപയിൽ കൂടുതൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് പൈസകൾ അങ്ങനെ 1-2 പണിക്കാരും ഇവരുടെ ഈ ബുദ്ധിമുട്ട് കാരണം പണങ്ങിപ്പോയി. ഈ വീട്ടിലേക്ക് കെട്ടാൻ വേണ്ടി കൊണ്ടുവന്ന കല്ലുകൾ അത്രയും അവർ വണ്ടിയിലിട്ട് വലിച്ചെറിഞ്ഞ് മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. കല്ലിന്റെ 3/4 ഭാഗവും നശിച്ചുപോയി. എന്നാൽ ഇത് പിന്നീടും ആവർത്തിച്ചപ്പോഴാണ് വീടുടമ ലേബർ ഓഫീസിൽ പരാതി നൽകിയത്. നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്നതിന് ഉടമസ്ഥന് ഇഷ്ടമുള്ള ആൾക്കാരെ നിയമിക്കാമെന്ന കത്ത് യൂണിയൻ കൺവീനർമാർക്ക് ലേബർ ഓഫീസിൽ നിന്ന് കൈമാറിയിരുന്നു. എന്നാൽ ഇത് മറികടന്ന് യൂണിയൻ പ്രവർത്തകർ വീണ്ടും പണം ആവശ്യപ്പെട്ടെന്നാണ് പരാതി. രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയുള്ളതുകൊണ്ട് പോലീസിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്നില്ലെന്ന വിമർശനവുമുണ്ട്. അന്വേഷിച്ചെത്തിയ പോലീസിനെ യൂണിയൻ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി ജിനേഷ് പറഞ്ഞു. പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ നിർമ്മാണ സാധനങ്ങൾ യൂണിയൻ പ്രവർത്തകർ നശിപ്പിച്ചതായും ആരോപണമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.